ഹായ് ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനലിൽ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. നമ്മളാണെങ്കിൽ വല്യമ്മയുടെ വീട്ടിലാണ് കേട്ടോ, അതായത് അച്ഛൻ്റെ പെങ്ങളുടെ വീട്ടിലാണ് കോടനാട്. അവിടുത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. അങ്ങനെ നമ്മൾ രാവിലെ തന്നെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു, പട്ടിയും എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ എഴുന്നേൽക്കുന്നതിന് മുന്നേ ഇട്ട് തന്നെ അവിടുത്തെ പട്ടി എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. ഇത് ചേട്ടൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ഒരു പട്ടിക്കുഞ്ഞാണ്. വെല്ലിച്ചനാണെന്നുണ്ടെങ്കിൽ ഇന്നൊരു മേളമുണ്ട് കേട്ടോ, ഇവിടെ പള്ളിയിൽ അവിടെ ഒരു മേളമുണ്ട്. അപ്പോൾ രാവിലെ തന്നെ വെല്ലിച്ചൻ മേളത്തിന് പോകാനായിട്ട് റെഡി ആയിട്ടുണ്ടായിരുന്നു. ഇവിടെ അടുക്കളയിൽ ണെന്നുണ്ടെങ്കിൽ നല്ല പോലെ പാചകവും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സാമ്പാറും ഇഡലിയായിരുന്നു നമുക്കിന്ന് രാവിലെ കഴിക്കാനുണ്ടായിരുന്നത്. അങ്ങനെ പോയി അടുക്കള നിരീക്ഷിച്ച് വന്നപ്പോഴേക്കും അച്ചാച്ചൻ എഴുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ ഫ്രഷ് ആയിട്ട് പിന്നെ നേരെ ഒരു കട്ടൻ ചായയും കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഞാൻ അവരുടെ പറമ്പ് നിരീക്ഷിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇന്നലെ രാത്രി ആയതുകൊണ്ട് തന്നെ നിരീക്ഷണങ്ങളൊന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല. വേറെ ഒന്നും അല്ല കേട്ടോ, ഇവിടെ ചക്കയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ ചക്ക, അതുപോലെ തന്നെ വെല്ലിച്ചൻ ഇതൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ നോക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ ഇതിൽ ഇടിയൻ ചക്ക കൊണ്ടുപോകാനുള്ളതൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ പോണ വയ്ക്കത്തായിട്ട് നമ്മൾ പറഞ്ഞ ദിവസം പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിറ്റേ ദിവസം രാവിലെയാണ് പോയിട്ടുണ്ടായിരുന്നത്. പോണ വയ്ക്കാണെന്നുണ്ടെങ്കിൽ എല്ലാവരും വർക്കിന് കയറാമെന്നുള്ള പ്ലാനിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവിടെ നേരെ മുല്ലപ്പൂ ഉണ്ട് കേട്ടോ, അതായത് വെല്ലുമ്മയുടെയൊക്കെ വീണ്ടോടൊക്കെ നിറച്ച് മുല്ലപ്പൂ ഉണ്ട്. അപ്പോൾ മുട്ടയൊക്കെ പറിച്ച് വയ്ക്കുകയാണ്. വെല്ലുമ്മയ്ക്കാണെന്നുണ്ടെങ്കിൽ കല്യാണമുണ്ട്. അപ്പോൾ കല്യാണത്തിന് വെക്കാനായിട്ട് മുട്ടയ്ക്ക് ഇന്ന് പറിച്ച് വെച്ച് കോർത്ത് വയ്ക്കാനാണ്. അങ്ങനെ നേരെ അതൊക്കെ നേരെ പറിച്ച് വെച്ചിട്ടതിന് ശേഷം പിന്നെ നേരെ ചായ കുടിക്കാനായിട്ട് പോയിട്ടാ. ചായക്ക് ഇഡലിയും സാമ്പാറും ആയിരുന്നു. അങ്ങനെ നമ്മൾ ഫസ്റ്റ് തന്നെ ചായ കുടിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ളവരൊക്കെ എഴുന്നേറ്റ് റെഡിയായി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നേരെ റെഡി ആയിട്ട് നമ്മൾ മലയേറ്റൊരു മല കയറാനായിട്ട് പോവാണ് കേട്ടോ. നമ്മൾ 5 പേരെ പോകണുള്ളൂ, കാരണം അച്ചാച്ചനും അച്ഛനും അതുപോലെ തന്നെ ചേട്ടനും അങ്ങനെയുള്ള ആരും വന്നില്ല കേട്ടോ. അങ്ങനെ നമ്മൾ 4 പെൺപടകളും അതുപോലെ തന്നെ നമുക്കൊരു കാവൽക്കാരൻ്റെ വണ്ടിയായിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ മലയാറ്റൂർക്ക് പോകണം. മലയാറ്റൂർ പോകണ ആ ഒരു വ്ലോഗ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ കയറി കാണണേ. അതുകൊണ്ട് ഞാൻ മലയാറ്റൂരത്തെ അധികം കാര്യങ്ങളൊന്നും ഈ ഒരു വ്ലോഗിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ ചെന്ന് മലയാറ്റൂർ മല കയറി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പോകുമ്പോൾ നമ്മൾ മലയുടെ പൊക്കത്തുനിന്ന് വെള്ളവും അതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ തിരിച്ചിറങ്ങിയപ്പോൾ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ട് അവർക്കുള്ള ഐസ്ക്രീം നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പാഴ്സലായിട്ട്. പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി ചോറൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വ്ലോഗ് ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ചില നേരത്ത് ഞാൻ വ്ലോഗ് എടുക്കുന്ന കാര്യമേ മറന്നു പോകും. അങ്ങനെ മിക്ക വീഡിയോ എനിക്ക് കിട്ടാറില്ല കേട്ടോ. അങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്യാണ്ട് ഇച്ചിരി കിടക്കുന്ന കുറേ വീഡിയോസ് ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ പോകുന്നത് എങ്ങോട്ടേക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ അടുത്ത് തന്നെ പുഴയിൽ കുളിക്കാൻ പോവുകയാണ് കേട്ടോ. അതായത് നമ്മുടെ മലയാറ്റൂർ അടുത്തിട്ട് ആറാട്ടടം എന്നുള്ളൊരു പുഴയിൽ കുളിക്കാനായിട്ട് പോവുകയാണ്. ഇവിടെ പോയപ്പോൾ ഞാനും ചേച്ചിയും അതുപോലെ തന്നെ ചേട്ടനും വലിയമ്മയും മാത്രം പോയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് നേരം ഇവിടെ വെള്ളത്തിലൊക്കെ കിടന്നതിന് ശേഷം പിന്നെ നേരെ അവരുടെ വീട്ടിലേക്ക് തന്നെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ എത്തിയതിന് ശേഷം നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു കുട്ടി നമ്മളെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് വന്നിട്ട് നമ്മൾ ചെറുതിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു ചേച്ചിയുണ്ട്, മീനു എന്ന് പറഞ്ഞിട്ട് ഒരു അയൽവക്കം ഉണ്ടാ. അപ്പോൾ അവിടുത്തെ ആ ചേച്ചിയുടെ കൊച്ച് നമ്മളെ കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു, നമ്മൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ. അങ്ങനെ കുറച്ച് റൗണ്ടിയായിട്ട് സംസാരിച്ചൊക്കെ ഇരുന്നു. പിന്നെ നേരെ അച്ഛൻ്റെ അച്ചാമ്മയുടെ അച്ചാച്ചൻ്റെ ഒക്കെ പഴയൊരു ഫോട്ടോസൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ഇതാണ് അച്ചാമ്മ, അച്ചാച്ചൻ, അതുപോലെ തന്നെ എൻ്റെ അച്ഛൻ്റെ പഴയൊരു ഫോട്ടോ ആണ്. അങ്ങനെ നേരെ നൈറ്റ് ഫുഡൊക്കെ കഴിച്ച് കിടന്നിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ഡേറ്റ് ബൈ ബൈ.